വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വഴി വേണമെന്ന ആവശ്യമോടെയാണ് പുറമേരിയിലെ ശ്രീലക്ഷ്മിയിൽ സ്വരാത്മിക താലൂക്ക് അദാലത്തിലെത്തിയത്. ഭിന്നശേഷിക്കാരിയായ കുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകി. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വഴി വേണമെന്നാണ് പുറമേരിയിലെ ശ്രീലക്ഷ്മിയിൽ സ്വരാത്മികയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഭിന്നശേഷിക്കാരിയായ തനിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവൾ താലൂക്ക് അദാലത്തിൽ പരാതിയുമായി അമ്മയോടൊപ്പം എത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് അടുക്കലെത്തി സ്വരാത്മികയുടെ പരാതികൾ കേട്ടു. പ്രത്യേക പരിഗണന ലഭിക്കേണ്ട അവൾക്ക് പരാതിയിൽ പരിഹാരം കാണാൻ ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും മന്ത്രി നിർദ്ദേശം നൽകി. നമ്മളിപ്പോൾ ഈ ഇന്നത്തെ അദാലത്തിന്റെ തീരുമാനമായി ഇത് പരിഹരിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടും. സമയബന്ധിതമായി പരിഹരിക്കാൻ ആവശ്യപ്പെടും. ആ സമയത്ത് പരിഹരിക്കുമല്ലോ എന്നുള്ള പിന്നെ കളക്ടറിന് മന്ത്രിയുടെ ഉറപ്പ് അവൾക്ക് പുതുപ്രതീക്ഷയായി. ജനിച്ച് 8 മാസത്തിനു ശേഷം ഉണ്ടായ ഒരു അപസ്മാരമാണ് സ്വരാത്മികയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്. അതിനുശേഷം ശാരീരികമായി തളർന്നു പോവുകയായിരുന്നു. നടക്കാൻ തുടങ്ങിയാൽ അപസ്മാരം വന്ന് നിലത്ത് വീഴും. എപ്പോഴും ഒരാൾ കൂടെ വേണം. നിരവധി ചികിത്സകൾ നടത്തി. 2 മാസം മുമ്പ് നടന്ന ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് അവൾ തീരെ നടക്കാറില്ല. വീൽചെയറിൽ ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് പോവേണ്ട അവസ്ഥയിലാണ്. വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വഴിയില്ലാത്തത് ജീവിതം ദുരിതത്തിലാക്കി. വീടിനടുത്തുള്ള വിദ്യാലയത്തിന്റെ ഗേറ്റ് കടന്നാണ് നിലവിൽ പുറത്തേക്ക് പോകുന്നത്. സ്ഥിരമായി ഒരു വഴി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്വരാത്മിക. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.